أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ورسولك صل على المؤمنين والمؤمنات والمسلمين والمسلمات. മൗല റെക്കോഗ്നിഷൻ എന്നുള്ള ചാനലിൽ നമ്മൾ ധാരാളം വിഷയങ്ങൾ സംസാരിച്ചിരുന്നു നേരത്തെ. പിന്നെ ഓൺലൈനിൽ പ്രവർത്തിക്കാൻ അത്രയും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അധികം ആക്റ്റീവായി ഈ യൂട്യൂബ് വോയിസിൽ പ്രഭാഷണങ്ങളിലേക്ക് അധികം ശ്രദ്ധ തിരിക്കാത്തത്. വഹാബികളെ കൊണ്ടുള്ള ഫിത്ന നിറഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരാണ് വഹാബികളുടെ ഫിത്ന കാരണം ബുദ്ധിമുട്ടുന്നത്. സുന്നി പ്രസ്ഥാനങ്ങൾക്കും ഒന്നും അതിന് പ്രത്യേകിച്ചൊരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല. കാരണം അവരിൽ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത, ആത്മീയ ജ്ഞാനം, ആത്മീയമായിട്ടുള്ള അധികാരങ്ങൾ അതവരിലില്ലാത്ത കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം വഹാബികളുടെ വീഡിയോകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയങ്ങളിൽ. പ്രത്യേകിച്ചും ഔലിയാക്കളും അഹ്ലുൽ ബൈത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വഹാബികൾ കുഴപ്പം സൃഷ്ടിക്കുകയാണ്. സമസ്തക്കാരുടെ അഖീദ ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു, ജൗഹർ അലി നക്ഷബന്ദി, അൽ ഹസനി പറയുന്നു, ഒരു വിഭാഗത്തിൻ്റെയും അഖീദ, ദൈവശാസ്ത്രം, തിയോളജി പൂർണ്ണമായിട്ടും എന്തല്ല അംബിയ മുർസലീങ്ങളുടെ വിശ്വാസങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്നതല്ല. സലഫിയായാലും അശ്ശരിയായാലും മാതുരീദിയായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും ഷിയാക്കളായാലും ഏത് വിഭാഗമായാലും വിശ്വാസധർമ്മങ്ങൾ എല്ലാ വിഭാഗങ്ങളുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ കാണുന്നതാണ് വഹാബികളുടെ ചില ഡയലോഗുകൾ. റമീൽ അബ്ദുള്ള ചന്തയായാലും മാർക്കറ്റായാലും അങ്ങാടിയായാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, ഈസാൽ മസീഹ്, ഈസബിന് മറിയം, അദ്ദേഹത്തിൻ്റെ അഖീദ എവിടെ കിടക്കുന്നു? വഹാബികളുടെ അഖീദ എവിടെ കിടക്കുന്നു? മൻസൂർ അൽ ഹല്ലാജയെ പോലെയുള്ള സൂഫികൾ, അനൽ ഹക്ക് എന്ന് പറഞ്ഞ സൂഫികൾ കാഫിറുകളാണെന്ന് പറഞ്ഞ ആളുകളാണ് വഹാബികൾ. അപ്പോൾ ഞാനാണ് സത്യമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ഈസാൽ മസീഹ് കാഫിറല്ലേ? നിങ്ങളുടെ മതപ്രകാരം, മതവീക്ഷണം, മൻഹാജ്, സലഫി മൻഹാജ് പ്രകാരം ഈസാ നബി കാഫിറാണ്. അതായത് വഹാബികളുടെ മതമല്ല ഈസാ നബിയുടെ മതം, പ്രവാചകന്മാരുടെ മതം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ എന്ന ആയത്തിൽ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വകുതുബിഹി വറസൂലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വഖാലു സമഅനാ വഅതഅനാ എന്ന് പറയാൻ വഹാബികളെ കൊണ്ട് പറ്റില്ല. വഖാലു, സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ പറയും വഖാലു സമഅനാ വഅതഅനാ എന്ന് വിശ്വാസികൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ, ആദ്യം വിശ്വാസമാണ്, വിശ്വസിച്ചിരിക്കുന്നു. സമഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ വഹാബികൾക്കുണ്ടാവില്ല. കാരണം വഹാബികളുടെ അഖീദ എവിടെ കിടക്കുന്നു? അപ്പോൾ മൻസൂർ അൽ ഹല്ലാജ് അനൽ ഹക്ക് എന്ന് പറഞ്ഞു മൻസൂർ അൽ ഹല്ലാജിനെ ഇസ്ലാം എന്ന് പുറത്താക്കി അന്നത്തെ സുന്നി പണ്ഡിതന്മാർ അദ്ദേഹത്തെ വകവരുത്തി. അതേ കാര്യം യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം പറയും ബൈബിൾ പയച്ചതാണ്, ബൈബിൾ കടത്തിക്കൂട്ടൽ നടത്തിയിട്ടുണ്ട്. ഇതേ 14-ാം അധ്യായം 16-ാം വചനാണല്ലോ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈബിൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ഇതേ വചനം തന്നെയാണ്. ഇതേ ബൈബിൾ 14-ാം അധ്യായം 16-ാം വചനമാണ്. ഇപ്പോൾ ബൈബിൾ 16-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. 14-ാം അധ്യായം 6-ാം വചനം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. ഈ ക്രിസ്തു പറയും ഞാൻ തന്നെയാണ് സത്യം, അനൽ ഹക്ക് എന്ന് പറയുന്നു.
ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ക്രിസ്തു ഇസ്ലാം എന്ന് പുറത്താണ്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് ക്രിസ്തു പുറത്താണ്, ഈസാ നബി പുറത്താണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഇസ്ലാം നിങ്ങളുടെ ഇസ്ലാം അല്ല, അത് നിങ്ങളുടെ വഹാബി മതമോ സുന്നി മതമോ ഷിയ മതമോ ഒക്കെയാണ്. അതിലും ഉപരിയാണ് യഥാർത്ഥ ഹക്കായിട്ടുള്ള വഴി. അത് മാരിഫത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയും വഴിയാണ്. പക്ഷേ സുന്നി വിശ്വാസം അടിസ്ഥാനപരമായി ആവശ്യമാണ്. അത് മൗലാക്കോ നിഷാൻ നക്ഷബന്ദി റബ്ബാനിവയെ നിഷേധിക്കുന്നില്ല. അടിസ്ഥാനപരമായി ഏതൊരു വിശ്വാസിയും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. അത് അടിസ്ഥാനമാണ്, ബേസ് ഫൗണ്ടേഷനാണ്. പക്ഷെ അതിനർത്ഥം അത് മാത്രമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്ന് പറയാൻ പാടില്ല. അത് ഫിഖ്ഹിലുള്ള കാര്യങ്ങളും അഖീദയുള്ള കാര്യങ്ങളും തസവുഫിലുള്ള കാര്യങ്ങളും മഅരിഫത്തിലുള്ള കാര്യങ്ങളും ഹഖീഖത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുമ്പേ പൂർണ്ണമായിട്ടുള്ള അഹ്ലുസുന്ന ആണെന്നുള്ളൂ. കേവലം അശ്ശരി മാതുരീതി ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് കാര്യമില്ല. അശ്ശരി മാതുരീതി അതിൻ്റെ ഇമാമാർ പറഞ്ഞ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ വിശ്വാസപരമായ വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായ വിഭാഗങ്ങൾക്ക് നൽകിയ മറുപടികളാണ്. അപ്പം അത് തസവുഫിൽ ബന്ധപ്പെട്ട അറിവുകളെ അത് ഒരിക്കലും അഭിമുഖീകരിക്കുന്നില്ല. അശ്ശരി മാതുരീതി ജ്ഞാനങ്ങൾ അതിൻ്റെ പുറത്ത് ഇസ്ലാമിൽ കുഴപ്പങ്ങളുണ്ടാക്കിയ വിഭാഗങ്ങളുടെ ആദർശങ്ങൾക്ക് കൊടുത്ത മറുപടി എന്നുള്ള നിലക്ക് ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷനായിട്ടുള്ള വിശ്വാസമാണ്, അടിസ്ഥാന വിശ്വാസമാണ്. അവരൊരിക്കലും എതിരിട്ടത് എന്തല്ല, സൂഫിയാക്കളുടെ വിശ്വാസങ്ങളെക്കുറിച്ചല്ല. അപ്പം ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ക്രിസ്തു എങ്ങനെയാണ്, ഈസാ നബി എങ്ങനെയാണ് സലഫി അക്കീദക്കാരനാണ്. മൻസൂർ അൽ ഹല്ലാജ് പറഞ്ഞ മൻസൂർ അൽ ഹല്ലാജയെ വധിച്ചു. മൻസൂർ അൽ കാഫിറാണെന്ന് സൂഫി വഹാബികൾ വിശ്വസിക്കുന്നു. സൂഫിസം കുഫരിയത്താണെന്നാണ് പറയുന്നത്, ഇസ്ലാം എന്ന് പുറത്താണെന്ന്. സൂഫിസം നോട്ട് ഇസ്ലാം എന്നുള്ള പേജുകളൊക്കെ കാണാൻ പറ്റും. സൂഫിസം ഇസ്ലാം അല്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈസാ നബി ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്? അപ്പം അദ്ദേഹം ഇസ്ലാമിലല്ല, നിങ്ങൾ പറഞ്ഞെടുക്കുന്ന ഇസ്ലാമിലല്ല. ഈസാ നബിയുടെ ഇസ്ലാമാണ് നമ്മൾ പിന്തുടരേണ്ടത്. കാരണം ഈസാ നബിയാണ് ഇവിടെ ലോകത്ത് തിരിച്ചു വന്നു ഈ ലോകത്ത് ഇസ്ലാം സ്ഥാപിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കാൻ, ഈ ലോകത്ത് സ്ഥാപിക്കാൻ വരുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്ലാമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അപ്പം ഇവർ പറയും ബൈബിള് കടത്തിക്കൂട്ടുകൾ നടത്തിയിട്ടുണ്ട്, അത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഇതേ ബൈബിൾ ഇതേ അധ്യായം തന്നെ 16-ാം വചനം കൂട്ടി മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് പറയുന്നത്? ക്രിസ്ത്യാനികൾ ബൈബിളിൽ പുതിയ നിയമത്തെ കൂട്ടിക്കടത്തലോ തിരുത്തലോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരാദ്യം തിരുത്തേണ്ടത് ഇതാണ്. കാരണം ഈസാ നബിക്ക് ശേഷം വേറെ ആൾ വരുമെന്നുള്ള വചനമാണ് അവർ തിരുത്തേണ്ടത്. അങ്ങനെയാണ് ക്രിസ്തു മതത്തിനെ നിലനിർത്താൻ അവർക്ക് പറ്റുക. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമയാന ബുദ്ധി പോലും സുന്നികളും വഹാബികളെന്ന് പറയുന്ന ആളുകൾക്കില്ല. പക്ഷെ അതിൽ 17-ാം വചനം പറയുന്നു, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. അതായത് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കഴിയുകയില്ല. സത്യത്തിൻ്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുക, നിങ്ങളിൽ ഇരിക്കുക ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് നിങ്ങളുടെ അഹ്ലുസുന്ന വൽ ജമാഅക്കാരനാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സുന്നികൾ പറയുന്നൊരു ആരോപണം, ഈ ശരീഅത്തൊക്കെ വലിയ പാണ്ഡിത്യമൊക്കെ ഉള്ള ശരീഅത്തൊക്കെ പൂർത്തിയാക്കിയ ആളുകൾക്കാണ് ശരീഅത്ത്. അവിടെ ഈസാ അൽ മസീഹ്, ഈസാ ബിൻ മറിയത്തിൻ്റെ ചെക്ക്മേറ്റ് സുന്നി പണ്ഡിതന്മാർക്ക് ലഭിക്കുകയാണ്. സുന്നി പണ്ഡിതന്മാർ ഈസാ നബിനെ നേരിടേണ്ടി വരും. ഫാരിസികളും യഹൂദരുടെ നിയമാധ്യാപകരും നേരിട്ടതുപോലെ നേരിടേണ്ടി വരും. ഈസാ നബി ശരീഅത്ത് പഠിച്ച് അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അധ്യാത്മിക നേതൃത്വം കൊടുക്കേണ്ടതെങ്കിൽ ഈസാ നബി 12 അപ്പോസ്തലന്മാരെ നിയമിച്ചത് സാധാരണക്കാരായിട്ടുള്ള മീൻപിടുത്തക്കാരെയും മരപ്പണിക്കാരെയൊക്കെയാണ് ഈസാ നബി അപ്പോസ്തലന്മാരാക്കിയത്.
അതായത് അൽ-അഖ്സ യഹൂദ ദേവാലയത്തിലുള്ള, ജെറൂസലേമിലുള്ള ദേവാലയത്തിലുള്ള അൽ-അഖ്സ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്രാൻഡ് മുഫ്തിമാർക്കൊന്നും അല്ല ഈസാ നബിയുടെ ഖലീഫമാരായി വന്നത്. അപ്പോൾ ശരീഅത്ത് മുഴുവൻ പഠിച്ച, ശരീഅത്തിൽ മുഴുവൻ ബിരുദവും ബിരുദാനന്ദ ബിരുദവും അതിലുള്ള പ്രവർത്തന പരിചയവും പുതിയ ഈ മൂസാ നബിയുടെയും പ്രവാചകന്മാരുടെ നിയമങ്ങൾക്കനുസരിച്ച് ഭയങ്കര മതനേതൃത്വമുള്ള ആളുകൾക്ക് ആ തരീക്കത്ത് പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. അത് നിങ്ങളുടെ വ്യാജവാദമാണ്, സുന്നി പണ്ഡിതന്മാരുടെ വ്യാജവാദമാണ്. പിന്നെ ഇസ്ലാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ വീണ്ടും നിർവചിക്കേണ്ടി വരും. നിങ്ങളുടെ സുന്നി നിർവചനത്തിലോ ഷിയ നിർവചനത്തിലോ വഹാബി സലഫി നിർവചനത്തിലോ അടങ്ങുന്നതല്ല ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ ഈസാ നബി ഇസ്ലാം എന്ന് പുറത്താണ്. യഹൂദ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയും യഹൂദരുടെ കൂടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് ഈസാ നബി പുറത്താണ്, ദീനെന്ന് പുറത്താണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു ജനതയെ അനുകരിച്ചാൽ അവനും അവരിൽപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി യഹൂദരെ അനുകരിച്ചോ? ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഈസാ നബി മുസ്ലിമാകുക. ഒന്നെങ്കിൽ ഈസാ നബി മുസ്ലിം അല്ല, അതിനാണ് സത്യം, അനൽ ഹക്ക് എന്ന് പറഞ്ഞ ഈസാ നബി യഹൂദരുടെ പ്രാർത്ഥിക്കുകയും യഹൂദരുടെ സിനഗോഗുകളിൽ ആരാധിക്കുകയും ചെയ്ത് ഈസാ നബി മുസ്ലിം അല്ല നിങ്ങൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം, ഇസ്ലാം എന്താണ്, നിങ്ങൾ നൽകിയ വ്യാഖ്യാനങ്ങളും നിങ്ങൾ നൽകിയിട്ടുള്ള ഈ അഖീദ, തിയോളജി, വിശ്വാസപരമായ കാര്യങ്ങൾ നിങ്ങൾ പുനർനിർവചിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ജൗഹർ അലി നക്ഷബന്ദി അൽ ഹസനി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരീഅത്തുണ്ടോ, നമുക്ക് തരീഖത്തുണ്ടോ, നമുക്ക് മാരിഫത്തുണ്ടോ, നമുക്ക് ഹഖീഖത്തുണ്ടോ എന്ന് നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടത്താൻ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തിയാൽ നിങ്ങളെ ഞാൻ ഇൻസ്പെക്ഷൻ നടത്തും. ഒരു കൊറോണർ വർക്ക് നമ്മൾ ചെയ്യും. അത് മോർച്ചറിയിലേക്ക്, അധ്യാത്മിക ലോകങ്ങൾ മോർച്ചറികളിലേക്ക് എല്ലാ മതങ്ങളെയും നമ്മൾ കൊണ്ടുപോകും. അവിടെ എല്ലാ മതങ്ങളും കീറി മുറിക്കപ്പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹു എല്ലാ മതങ്ങളെയും നശിപ്പിക്കും, ഇസ്ലാം സമർപ്പണമൊക്കെയുള്ള എല്ലാ മതങ്ങളെ അവസാനിപ്പിക്കും. ആ മതം എന്ന് പറയും നിങ്ങളുടെ സുന്നിയോ സലഫിയോ ഷിയോ എന്നല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് ക്രിസ്തുവിൻ്റെ ഈസാ അൽ മസീഹിൻ്റെ മതമാണ് അള്ളാഹു നിലനിർത്തുക. അതല്ലാത്ത മതങ്ങളൊക്കെ നശിപ്പിക്കപ്പെടും എന്ന് ഞാൻ ഓർമ്മപ്പെടുകയാണ്. നിങ്ങൾ ഇന്ന് കൊണ്ടുനടക്കുന്ന അക്കീദകളും സംഹിതകളെല്ലാം നീക്കം ചെയ്യപ്പെടും. അപ്പോൾ സത്യത്തിൻ്റെ വഴി വരും. അന്ന് നിങ്ങൾ എണീക്കും, നിങ്ങൾക്ക് നേരം വെളുക്കും. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.